ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിച്ചിനെ കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ റൂട്ടറിനെ കുറിച്ചും റൂട്ടറിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ചും എങ്ങനെയാണ് റൂട്ടറിനെ ലാനുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ വീഡിയോയിൽ നോക്കിയിരുന്നത്. ഇന്ന് നമുക്ക് IP അഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് സ്വിച്ചിനെ കുറിച്ച് നോക്കാം. സ്വിച്ചിൻ്റെ പോർട്ടുകളെക്കുറിച്ചും അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്ന കാര്യങ്ങൾ സ്വിച്ചിൻ്റെ സ്പീഡിനെ കുറിച്ചും സ്വിച്ചിൻ്റെ കമ്മ്യൂണിക്കേഷൻ ടൈപ്പിനെ കുറിച്ചും അതേപോലെ സ്വിച്ച് എങ്ങനെയാണ് സ്പീഡ് തിരഞ്ഞെടുക്കുന്നത്, ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് സ്വിച്ച് ചൂസ് ചെയ്യുന്നത്, സ്വിച്ചിൻ്റെ ഇൻ്റർഫേസുകളിലെല്ലാം സ്റ്റാറ്റസ് എന്താണ്, സ്വിച്ചിൻ്റെ എററും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കുന്നത്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ സ്വിച്ചിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുടെ ഒക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സ്വിച്ച് എങ്ങനെയാണ് മാക് അഡ്രസ് ടേബിൾ ബിൽഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ വീഡിയോ കാണാത്ത ആളുകളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ ഇത് നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ 25ാമത്തെ ക്ലാസ്സോ മറ്റോ ആണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവനായിട്ടും കണ്ടാലേ ഉള്ളൂ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ CCNA പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് അവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അമർത്തുക. അതേപോലെ നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. കാരണം എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. സ്വിച്ച് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സ്വിച്ച് നമ്മുടെ ലാനുകളെ സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് 2 ടൈപ്പ് സ്വിച്ച് കിട്ടും. ഒന്ന് മാനേജർ സ്വിച്ചും രണ്ടാമത്തത് അൺമാനേജർ സ്വിച്ച് എന്ന് പറയും. അൺമാനേജർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്വിച്ചിലോട്ട് നമ്മൾ കേബിൾ ഉപയോഗിച്ച് PCകളെ കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടത്താവുന്ന സ്വിച്ചുകളാണ് അൺമാനേജർ സ്വിച്ച്. പക്ഷേ മാനേജർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്വിച്ചിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന സ്വിച്ചിനെയാണ് നമ്മൾ മാനേജർ സ്വിച്ച് എന്ന് വിളിക്കുക. ഇപ്പോൾ റൂട്ടറിനെ നമ്മൾ ആക്സസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്വിച്ചിനെയും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്വിച്ചിൻ്റെ കൺസോൾ പോർട്ട്, സ്വിച്ചിനുമുണ്ട് കൺസോൾ പോർട്ട്. ഇപ്പോൾ റൂട്ടറിന് കൺസോൾ പോർട്ടുള്ള പോലെ സ്വിച്ചുകൾക്കും കൺസോൾ പോർട്ട് ഉണ്ട്. സാധാരണ സ്വിച്ചുകളുടെ കൺസോൾ പോർട്ട് റൂട്ടറിന് കാണുന്ന പോലെ ഫ്രണ്ട് സൈഡിലല്ല, ഈ മുൻവശത്ത് നമ്മുടെ റൂട്ടറിൻ്റെ ഫ്രണ്ടിലുള്ള പോലെയല്ല സ്വിച്ചിൻ്റെ കൺസോൾ പോർട്ട് കാണുന്നത്. സ്വിച്ചിൻ്റെ കൺസോൾ പോർട്ട് എപ്പോഴും സ്വിച്ചിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും, നമ്മുടെ പവർ കേബിളൊക്കെ കുത്തുന്ന സൈഡിലായിരിക്കും സ്വിച്ചിൻ്റെ കൺസോൾ പോർട്ട് ഉണ്ടാകുക. എങ്ങനെയാണോ റൂട്ടറിനെ ആക്സസ് ചെയ്തത് സെയിം മെത്തേഡാണ് സ്വിച്ചിനെയും ആക്സസ് ചെയ്യാൻ. കൺസോളിൽ നിന്ന് നേരെ ലാപ്ടോപ്പിലോട്ട് കൊടുക്കുന്നു. ലാപ്ടോപ്പിൻ്റെ ഏത് പോർട്ടിലാണ് കണക്ട് ചെയ്തത് നോക്കും. കോം പോർട്ട് 1 ആണോ 2 ആണോ 3 ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ റൂട്ടർ വരുമ്പോൾ റൂട്ടർ എന്നിട്ടിട്ട് ഫസ്റ്റ് മോഡായിട്ടുള്ള യൂസർ മോഡിലെ വരിക. അപ്പോൾ അവിടെ റൂട്ടർ എന്ന റൂട്ടറിൻ്റെ പേരുണ്ടാവും. അതേപോലെ തന്നെ സ്വിച്ചിന് സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ഹാഷ് ഇട്ടിട്ട് ഒരു പേരുണ്ടാവും. സ്വിച്ചിൻ്റെ ഡിഫാൾട്ട് പേര് സ്വിച്ച് എന്നല്ലേ, അങ്ങനെ ഉണ്ടാവുക. ഏകദേശം റൂട്ടറിൽ വർക്ക് ചെയ്യുന്ന അതേ കമൻറ്റുകൾ സ്വിച്ചിനും വർക്കാവും. അതേ മോഡുകളുള്ള യൂസർ മോഡ്, പ്രിവിലേജ് മോഡ്, ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ്, ഇതേ മോഡുകൾ തന്നെയാണ് സിസ്കോയുടെ സ്വിച്ചിനും ഉള്ളത്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പിക്ചറിൽ 2 ഡിവൈസുകളാണ്. ഒന്ന് സിസ്കോയുടെ റൂട്ടറാണ്, ഒന്ന് സിസ്കോയുടെ സ്വിച്ചാണ്. ഈ റൂട്ടറും സ്വിച്ചും നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് മനസ്സിലാവുക? സിസ്കോയുടെ റൂട്ടറുകൾക്ക് എപ്പോഴും പോർട്ടുകൾ കുറവായിരിക്കും. റൂട്ടറിന് പോർട്ടുകൾ കുറവാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റൂട്ടറിൽ നിന്ന് നമ്മൾ സ്വിച്ചിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒരിക്കലും എൻഡ് ഡിവൈസുകളായിട്ടുള്ള
സികളെയോ IP ഫോണുകളെയോ പ്രിൻ്ററുകളെയോ സ്കാനറുകളെയോ ഒന്നും നമ്മൾ റൂട്ടറിലോട്ടല്ലല്ലോ നേരിട്ട് കണക്ട് ചെയ്യുന്നത്. എല്ലാം സ്വിച്ചിലോട്ട് കണക്ട് ചെയ്ത് സ്വിച്ചിൽ നിന്നാണ് റൂട്ടറിലോട്ട് കണക്റ്റ് ആവുക. അപ്പോൾ റൂട്ടറിനേക്കാൾ പോർട്ടുകളുടെ എണ്ണം കൂടുതൽ എപ്പോഴും ഏതിനായിരിക്കും? സ്വിച്ചുകൾക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു സാമ്പിൾ നെറ്റ്വർക്ക് എടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് ഈ സ്വിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സ്വിച്ചിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലാബ് എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ലാബിൽ എൻ്റെ സെൻറ്ററിലിരിക്കുന്ന റൂട്ടർ, ഇതാണ് എൻ്റെ റൂട്ടർ. ഈ റൂട്ടറിൽ ഇപ്പോൾ ഇത് റൂട്ടറാണ്. ഈ ഒരു റൂട്ടറിൽ ഇവിടെ ഒരു ലാൻ ഉണ്ട്. ആ ലാനിനെ ഒരു റൂട്ടറിൻ്റെ ഒരു ഇൻ്റർഫേസുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു ലാൻ ഇരിക്കുന്നുണ്ട്, ഇവിടെ വേറൊരു ലാൻ ഉണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. പക്ഷേ ഒരു ലാനായിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ? സ്വിച്ച് ടു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു നെറ്റ്വർക്ക് തന്നെയാണ്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സ്വിച്ച് വെച്ചിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഓഫീസിലൊരു 50 സിസ്റ്റം ഉണ്ടെങ്കിൽ 32 സ്വിച്ച്, ഒരു സ്വിച്ചും 32 പോർട്ടുള്ള വേറൊരു സ്വിച്ചും മേടിച്ചിട്ട് ഈ 2 സ്വിച്ചുകളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളാണ്, ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ സ്ട്രേറ്റ് ത്രൂ ആണ്. സ്ട്രേറ്റ് ത്രൂ കേബിളല്ല യൂസ് ചെയ്യേണ്ടത്. ഏത് കേബിളാണ്? ക്രോസ് ഓവർ കേബിളാണ്. കാരണം രണ്ടും ഒരേ ഡിവൈസുകളായതുകൊണ്ട് ക്രോസ് ഓവർ കേബിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പം എൻ്റെ ഈ പിക്ചറിൽ 3 ലാനുകൾ ഒരു റൂട്ടറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. 3 ലാനുകൾ റൂട്ടറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 3 നെറ്റ്വർക്ക് ഉണ്ടാക്കാം. 3 നെറ്റ്വർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഇത് 10 എന്ന് പറയുന്നൊരു നെറ്റ്വർക്കാണ്. എന്ന് വെച്ചാൽ ഈ 10 എന്ന് പറയുന്ന നെറ്റ്വർക്ക് എന്നാൽ ഇതിൻ്റെ IP 10.0.0.1 കൊടുക്കാം, ഇതിൻ്റെ IP 10.0.0.2 എന്ന് കൊടുക്കാം, ഇതിൻ്റെ IP 10.0.0.3 എന്ന് കൊടുക്കാം. ഈ 10.0.0.3 ആണ് ഈ 2 PCകളുടെയും ഗേറ്റ് വേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 20 എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 20.0.0.1 എന്നും ഇവിടെ നിങ്ങൾക്ക് 20.0.0.2 എന്നും കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് 20.0.0.3. അപ്പോൾ 20.0.0.3 എന്ന് പറയുന്നതാണ് അതിന് ഗേറ്റ് വേ. PCകൾക്ക് 20.0.0.4, ഇവിടെ 20.0.0.5. ഈ 20.0.0.4നും 20.0.0.5നും ഏത് തന്നെയാണ് ഗേറ്റ് വേ? 20.0.0.3 തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് 30 കൊടുക്കാം, 30.0.0.0. ഈ PCകൾക്ക് 30.0.0.1, ഇവിടെ 30.0.0.2, ഇവിടെ കൊടുക്കുന്നത് 30.0.0.10 ആണ്. അപ്പോൾ ഈ 30.0.0.10 ആണ് ആ ഇരിക്കുന്ന ലാനിൻ്റെ രണ്ടിൻ്റെയും ഗേറ്റ് വേ. ഇപ്പോൾ ഞാൻ IP ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണിത് സ്വിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ സ്വിച്ചിനെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്, സ്വിച്ചിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സ്വിച്ചിനെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക? റൂട്ടറിനെ കോൺഫിഗർ ചെയ്ത അതേ മെത്തേഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു PC എടുക്കുന്നു, നേരെ കൺസോൾ കേബിൾ എടുക്കുന്നു, PCയുടെ കോം പോർട്ടുമായിട്ട് കണക്ട് ചെയ്ത്, മാനേജർ സ്വിച്ചാണിത്, ക്ലിക്ക് ചെയ്യുമ്പോൾ കൺസോൾ എന്ന് പറയുന്ന കണ്ടോ, കൺസോളിൽ കണക്ട് ചെയ്യുന്നു. ഇത് ഒറിജിനൽ സ്വിച്ചിന് ബാക്ക് സൈഡിൽ എന്തുണ്ട്? കൺസോൾ പോർട്ട് ഉണ്ട്. ആ കൺസോൾ പോർട്ടിലോട്ട് വേണം നിങ്ങൾ ഈ ഒരു കേബിൾ കണക്ട് ചെയ്യാൻ. കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് റൂട്ടറിനെ കോൺഫിഗർ ചെയ്യുന്ന സെയിം മെത്തേഡിലാണ് നിങ്ങൾ റൂട്ടറിനെയും കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് എടുക്കുന്നു, ടെർമിനൽ എടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. റൂട്ടറിന് വന്ന പോലെ തന്നെ നിങ്ങൾക്ക് സ്വിച്ചിൻ്റെയും ഇൻ്റർഫേസിൽ കയറാൻ പറ്റും. ഇതിലും iOS തന്നെയാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. താഴത്തോട്ട് വന്നാൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഇങ്ങനെ എൻ്റർ കൊടുത്താൽ സ്വിച്ച് എന്ന് കാണും. ഇവിടെ അതേ കമൻറ്റ് തന്നെയാണ്, എനേബിൾ
അതേപോലെ തന്നെ ഡിസേബിൾ കമൻ്റ് എല്ലാം സെയിമാണ്, ഒരു വ്യത്യാസമില്ല. ആ കാര്യങ്ങളൊക്കെ സെയിമാണ്. ഇപ്പോൾ സ്വിച്ചിനെ കുറിച്ചാണ് നോക്കേണ്ടത് വന്നത് അല്ലേ. സ്വിച്ചിൻ്റെ ഇപ്പോൾ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന സ്വിച്ചിൻ്റെ ഏതെല്ലാം പോർട്ടുകൾ യൂസ്ഡ് ആണ്, സ്വിച്ചിൻ്റെ ഏതെല്ലാം പോർട്ടുകൾ യൂസ്ഡ് ആണ്. ഇവിടെ പോർട്ട് നമ്പർ ഒന്നും കാണിക്കുന്നില്ല, പോർട്ട് നമ്പർ ഇടാം. ആൾവേസ് ഷോ പോർട്ട് ലെവൽസ്. സ്വിച്ചിൻ്റെ 0 ബാർ 1 റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ 0 ബാർ 2 ഇവിടുത്തെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ചിൻ്റെ 3ഉം 4ഉം പി സികളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സ്വിച്ചിന് ഏകദേശം 3ാമത്തെ പോർട്ടും 4ാമത്തെ പോർട്ടും 2ാമത്തെ പോർട്ടും എന്താണ്, കണക്റ്റഡ് ആണ്. ഇനി ഞാൻ ഈ സ്വിച്ചിൻ്റെ അകത്ത് സ്വിച്ചിൻ്റെ കോൺഫിഗറേഷനെ കുറിച്ചാണ് പറയുന്നത്. സിസ്കോയുടെ സ്വിച്ചിൽ ആദ്യം ഇപ്പോൾ ഇവിടെ എനേബിൾ അടിച്ചു, ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ് എന്ന് കൊടുത്തു. ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ് എന്ന് കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്വിച്ചിൻ്റെ എല്ലാ ഇൻ്റർഫേസുകളുടെ ഡീറ്റെയിൽസും കിട്ടും. എൻ്റർ അമർത്തി താഴത്തോട്ട് വന്നാൽ ഫാസ്റ്റ് ഇഥർനെറ്റ് 24 ഫാസ്റ്റ് ഇഥർനെറ്റ് പോർട്ടും 2 ജിഗാബിറ്റ് എതർനെറ്റ് പോർട്ടും ഉള്ള സ്വിച്ചായിരുന്നു. അതിൽ ഇപ്പോൾ കാണിക്കുന്ന ആ 24 പോർട്ടും 2 ജിഗാബിറ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിലെന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഇതിൽ ഫാസ്റ്റ് ഇഥർനെറ്റ് 0 ബാർ 1 അങ്ങനെയാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. 24 പോർട്ടാണെങ്കിൽ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഇഥർനെറ്റിൻ്റെ 24 പോർട്ടുള്ള സ്വിച്ചും അതിൻ്റെ കൂടെ 2 ജിഗാബിറ്റ് എതർനെറ്റും ഉള്ളതാണ്. 2960 എന്നൊക്കെ പറയുന്ന മോഡൽ ഈ ഒരു സ്വിച്ചാണ്. അപ്പോൾ ഇതിൽ 0 ബാർ 1 എന്ന് പറയുന്ന പോർട്ട് ഇൻ്റർഫേസ് 0 ബാർ 1 അതിൻ്റെ നേർക്ക് കാണുന്നത് IP അഡ്രസ്സ് എന്നുള്ളതാണ്. IP അഡ്രസ്സിൻ്റെ അവിടെ അൺഅസൈനഡ് ആണ്. സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ് എന്ന് പറയുന്ന കമൻറ്റ് കൊടുക്കുമ്പോൾ IP അഡ്രസ്സിൻ്റെ അവിടെ ഒന്നും വരില്ല. കാരണം സ്വിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, മാക് അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ്. സ്വിച്ചിന് നമ്മളങ്ങനെ ഇൻ്റർഫേസുകൾക്ക് IP കൊടുക്കാറില്ല. ഇനി മൾട്ടി ലെയർ സ്വിച്ച് എന്ന് പറയുന്നൊരു സ്വിച്ചിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ മൾട്ടി ലെയർ സ്വിച്ചുകൾക്ക് നമുക്ക് IP അഡ്രസ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. അത് മൾട്ടി ലെയർ സ്വിച്ചിൻ്റെ ഭാഗം എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0 ബാർ 1 എന്ന് പറയുന്നതിൻ്റെ IPയുടെ അൺഅസൈനഡ് എന്ന് പറഞ്ഞു വന്നു. അതിൻ്റെ അവിടെ സ്റ്റാറ്റസ് എന്ന് കാണുന്നത് ഡൗൺ ആണ് എന്ന് പറഞ്ഞു വന്നു. ഈ ഡൗൺ ആണ് അല്ലെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ ആണ് എന്ന് പറഞ്ഞിട്ട് വരും. അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗണും നോർമലായിട്ടുള്ള ഡൗണും വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ റൂട്ടറിലോട്ട് നമുക്ക് വന്നിട്ട് റൂട്ടറിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു റൂട്ടറിൽ ഞാൻ CLI എടുത്തു, നമുക്ക് നോ അടിച്ചു, എനേബിൾ ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ്. റൂട്ടറിലാണ് ഞാനിത് അടിക്കുന്നത് കേട്ടോ. റൂട്ടറിൽ അടിച്ചപ്പോൾ അതേ ടേബിൾ റൂട്ടറിലും വന്നു. ഞാനിതിന് IP ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻ്റർഫേസിൻ്റെ പേര് വന്നു, IPയുടെ അൺഅസൈനഡ് എന്ന് വന്നു. സ്റ്റാറ്റസിൻ്റെ അവിടെ വെറും ഡൗൺ എന്നല്ല വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ എന്നാണ് വരുന്നത്. പക്ഷേ സ്വിച്ചിൻ്റെ കാര്യം നമ്മൾ എടുത്തപ്പോൾ സ്വിച്ചിൻ്റെ കാര്യത്തിൽ എന്താ വന്നേ, വെറും ഡൗൺ എന്നാണ് പറഞ്ഞത്. സ്വിച്ച് എടുത്തപ്പോൾ സ്വിച്ചിൽ വെറും ഡൗൺ എന്നും, റൂട്ടറിൻ്റെ കാര്യം എടുത്തപ്പോൾ റൂട്ടറിൽ എന്താ വന്നേ, അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ എന്നുമാണ് വന്നത്. അപ്പോൾ വെറും ഡൗണും അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗണും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കുക. അപ്പോൾ എന്താണ് അത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്വിച്ചിൽ നമ്മൾ കൊടുത്തപ്പോൾ വെറും ഡൗൺ വന്നത്, സ്വിച്ചിൻ്റെ പോർട്ടുകൾ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 24 പോർട്ടുള്ള സ്വിച്ചാണ്. ഇത് മാനുവലി എന്ന് വെച്ചാൽ നോർമലായിട്ട് ഈ എല്ലാ പോർട്ടുകളും ഓൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഓൺ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഡിവൈസിനെ കണക്ട് ചെയ്താൽ തന്നെ ആ പോർട്ട് ഓൺ ആകും. നേരെ മറിച്ച് റൂട്ടറിൻ്റെ പോർട്ടുകളെല്ലാം ഓൾറെഡി ഡൗൺ ആയിട്ടാണ് ഉണ്ടാവുക. അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ ആയിരിക്കും, അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തന്നെ അത് ഡൗൺ ആയിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ അതിലോട്ടൊരു ഡിവൈസിനെ കണക്ട് ചെയ്താൽ, ഇപ്പോൾ റൂട്ടറിലോട്ട് നിങ്ങളൊരു സ്വിച്ചിനെ കണക്ട് ചെയ്താൽ റൂട്ടറിൻ്റെ ആ പോർട്ട് നിങ്ങൾ മാനുവലായിട്ട് അപ്പാക്കിയാൽ മാത്രമേ ആ പോർട്ട് ഓൺ ആവുകയുള്ളൂ. പക്ഷേ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല.
സ്വിച്ചിൻ്റെ ആ ഒരു പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ അല്ല, നോർമൽ ഡൗൺ എന്നല്ലേ കാണിക്കുന്നത്. നിങ്ങൾ അതിലോട്ടൊരു ഡിവൈസ് കണക്ട് ചെയ്താൽ അത് അപ്പാവുന്നതായിരിക്കും. ഇപ്പോൾ 0 ബാർ 1 ഞാൻ ഡിവൈസിനെ കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ സ്വിച്ചിൻ്റെ 0 ബാർ 1 ഞാൻ ഡിവൈസിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. 0 ബാർ 1 ഞാൻ റൂട്ടറിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ പോർട്ട് ഡൗൺ എന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ, ആ സ്വിച്ചിൻ്റെ കേബിൾ നേരെ പോയിരിക്കുന്നത് എങ്ങോട്ടാണ്? റൂട്ടറിൻ്റെ ജിഗാബിറ്റ് 0 ബാർ 1 ജിഗാബിറ്റ് 0 ബാർ 1 അവിടെ ഡൗൺ ആണ്. അതുകൊണ്ട് മാത്രമാണ് സ്വിച്ചിൻ്റെ ഫാസ്റ്റ് ഇഥർനെറ്റ് 0 ബാർ 1 എന്ന് പറയുന്നത് ഡൗൺ കാണിക്കുന്നത്. നേരെ മറിച്ച് ബാക്കി 3ഉം 4ഉം 2 പോർട്ടുകൾ നോക്കാം. സ്വിച്ചിൻ്റെ രണ്ടാമത്തെ പോർട്ട് അപ്പായി, 3ാമത്തെ പോർട്ട് അപ്പായി, 4ാമത്തെ പോർട്ട് അപ്പായി. ഇത് നമ്മൾ സ്വിച്ചിനെ മാനുവലായിട്ട് അപ്പാക്കിയതാണോ? അല്ലല്ലോ. നമ്മൾ 3ഉം 4ഉം 2 ഞാൻ പി സിനെയും സ്വിച്ചിനെയാണ് കണക്ട് ചെയ്തത്. അതുകൊണ്ട് അത് അപ്പായി. നമുക്ക് കയറിയിട്ട് സ്വിച്ചിനകത്ത് ആ പോർട്ടിന് അപ്പാക്കേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ റൂട്ടറിലോട്ട് കണക്ട് ചെയ്ത പോർട്ട് ഡൗൺ ആവാൻ കാരണം അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ ആക്കിയതല്ല. അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആക്കുമ്പോഴാണ്, നമ്മൾ ആ പോർട്ടുകൾ ഓഫാക്കി ഇടുമ്പോഴാണ് അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ എന്ന് വരുന്നത്. നമ്മൾ ഓഫാക്കിയതല്ല. ആ കേബിളിൻ്റെ രണ്ടാമത്തെ എൻഡായിട്ടുള്ള റൂട്ടറിൻ്റെ അവിടെ ആ പോർട്ട് ഓഫായതുകൊണ്ട് മാത്രമാണ് സ്വിച്ചിൻ്റെ 0 ബാർ 1 ഡൗൺ എന്ന് കാണിക്കുന്നത്. ഞാൻ റൂട്ടറിൻ്റെ ജിഗാബിറ്റ് 0 ബാർ 1 IP ഒക്കെ കൊടുത്തിട്ട് അതിനൊന്ന് അപ്പാക്കി നോക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ചിൻ്റെ 0 ബാർ 1 എന്താവും? ഓൺ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0 ബാർ 1 ആണെന്നാണ് തോന്നുന്നത്. 0 ബാർ 1 കയറി എൻ്റർ കൊടുത്തതിന് ശേഷം IP കൊടുക്കുകയാണ്. IP സ്പേസ് അഡ്രസ് 20003. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുത്തു. നോ സ്പേസ് ഷട്ട് ഡൗൺ എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്ത് എൻ്റർ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് 2 മെസ്സേജുകൾ വന്നു. ഇത്തരം മെസ്സേജുകളെ നമ്മൾ വിളിക്കുന്ന പേര് സിസ്ലോഗ് മെസ്സേജ് എന്നാണ്. സിസ്ലോഗ് മെസ്സേജ്. അപ്പോൾ ഈ സിസ്ലോഗ് മെസ്സേജ് 2 വന്നത്. ആ മെസ്സേജ് എന്താണ് കാണിക്കുന്നത്? ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0 ബാർ 1 അപ്പായി. രണ്ടാമത്തതും പ്രോട്ടോകോൾ മെസ്സേജാണ്. അതും ജിഗാബിറ്റ് എതർനെറ്റ് 0 ബാർ 1 എന്തായി? അപ്പായി എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 പോർട്ട് എന്തായി? അപ്പായി എന്നുള്ളത് വന്നില്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് 2 പോർട്ടല്ല, ഒരു പോർട്ട് 2 സിസ്ലോഗ് മെസ്സേജാണ് വന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വിച്ചിൻ്റെ ആ പോർട്ടും അപ്പായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ താഴെ സിസ്ലോഗ് മെസ്സേജ് സ്വിച്ചിലും വന്നിട്ടുണ്ട്. അതേ വെരിഫിക്കേഷൻ കമൻറ്റ് അടിച്ച് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 0 ബാർ 1 ഇപ്പം എന്തായി? അപ്പായി എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ സ്വിച്ചിലോട്ട് നിങ്ങൾ ഏതൊരു ഡിവൈസ് നിങ്ങൾ കണക്ട് ചെയ്താലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അതെന്താവും? ഓൺ ആകും. റൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ മാത്രം റൂട്ടറിൻ്റെ ആ എൻഡ് അവിടെ ഓഫല്ലേ? അവിടെ ഓഫ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഡൗൺ എന്ന് കാണിക്കുന്നത്. റൂട്ടറിൻ്റെ ആ എൻഡ് നിങ്ങൾ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ചിൻ്റെ ഈ ഭാഗം എന്താവും? അപ്പാകും. നിങ്ങൾ പി സികൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ പോർട്ടുകൾ എന്താക്കേണ്ട ആവശ്യമില്ല, അപ്പാക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അപ്പായിരിക്കും. ഇനി നമുക്ക് ഷോ ഇൻ്റർഫേസ് സ്റ്റാറ്റസ്, വേറൊരു കമൻ്റാണ്. ഷോ ഇൻ്റർഫേസ് സ്റ്റാറ്റസ്. ഫസ്റ്റ് കമൻ്റ് എന്താ? ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ് എന്നടിച്ചപ്പോൾ ഇൻ്റർഫേസിൻ്റെ ഡീറ്റെയിൽസുകൾ മൊത്തം കിട്ടി. 2 നമ്മൾ ഷോ ഇൻ്റർഫേസ് സ്റ്റാറ്റസ് എന്നടിച്ചു. സ്വിച്ചിൻ്റെ ഇൻ്റർഫേസുകളുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. സ്വിച്ചിൻ്റെ ഇൻ്റർഫേസുകളുടെ സ്റ്റാറ്റസ് നോക്കുക. പോർട്ട് നമ്പർ ഫസ്റ്റ് കാണുന്നത് പോർട്ട് നമ്പർ 0 ബാർ 1. 0 ബാർ 1 എന്ന് പറയുന്ന പോർട്ട് നെയിമിൻ്റെ കോളത്തിൽ ഒന്നും കൊടുത്തിട്ടില്ല. സ്റ്റാറ്റസ് എന്താണത്? കണക്റ്റഡ് ആണ്. VLAN എന്ന് പറയുന്നൊരു ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഇതിൽ വന്നിട്ടില്ല. ഇതിൽ VLAN വന്നിട്ടുണ്ട്. VLAN എന്താണ് കിടക്കുന്നത്? VLAN 1 എന്നാണ്. VLAN എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട്. VLAN എന്ന് പറഞ്ഞാൽ വിർച്വൽ ലാൻ എന്ന് പറയുക. സ്വിച്ചിൻ്റെ പോർട്ടുകളെ ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകളാക്കുന്നതിനെയാണ് VLAN എന്ന് പറയുക. നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. സ്വിച്ചിൻ്റെ എല്ലാ പോർട്ടുകളും ഡിഫാൾട്ടായിട്ട് പുതിയൊരു സ്വിച്ച് മേടിച്ച് വെച്ചാൽ അതിന് എല്ലാ പോർട്ടുകളും VLAN 1 ഉണ്ടാകുക എന്ന് അറിഞ്ഞു വെക്കുക. VLAN ക്രിയേറ്റ് ചെയ്യാനും
ഒരു പോർട്ടിനെടുത്ത് VLAN 1-ൽ നിന്ന് വേറൊരു VLAN-ലോട്ട് ആഡ് ചെയ്യാനൊക്കെ നമുക്ക് VLAN-ൻ്റെ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ അറിഞ്ഞു നോക്കുക, സ്വിച്ചിൻ്റെ എല്ലാ പോർട്ടുകളും VLAN 1-ലായിരിക്കും ഡിഫാൾട്ടായിട്ട് ഉണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 0/1 VLAN 1-ലാണ് എന്നുണ്ട്. ഡുപ്ലക്സ് സ്പീഡ് എന്ന് പറയുന്ന അവിടെ 2 കോളം ഉണ്ട്, ഡുപ്ലക്സും സ്പീഡും. ഡുപ്ലക്സ് ഓട്ടോയാണ്, സ്പീഡ് ഓട്ടോയാണ്. പിന്നെ ടൈപ്പിൻ്റെ അവിടെ വന്നിരിക്കുന്നത് 100 ബേസ് T എന്ന് പറയുന്നതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡുപ്ലക്സ്, എന്താണ് സ്പീഡ് എന്നുള്ളത്? അത് രണ്ടും ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡുപ്ലക്സും ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡും ആ പോർട്ട് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഡുപ്ലക്സും എന്താണ് സ്പീഡും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഡുപ്ലക്സ്? ഡുപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിനെ ഡാറ്റ സെൻഡ് ചെയ്യാനും ഡാറ്റ റിസീവ് ചെയ്യാനും ഉള്ള കഴിവിനെയാണ് നമ്മൾ ഡുപ്ലക്സ് എന്ന് വിളിക്കുക. ഡുപ്ലക്സ് മീൻസ് ദ എബിലിറ്റി ഓഫ് എ ഡിവൈസ് ടു സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ഡിവൈസിനെ ഡാറ്റ സെൻഡ് ചെയ്യാനും ഡാറ്റ റിസീവ് ചെയ്യാനും ഉള്ള എബിലിറ്റിക്കാണ് നമ്മൾ ഡുപ്ലക്സ് എന്ന് വിളിക്കുക. ഡുപ്ലക്സ് 2 ടൈപ്പ് ഡുപ്ലക്സ് ഉണ്ട്. ഒന്ന് ഹാഫ് ഡുപ്ലക്സും ഒന്ന് ഫുൾ ഡുപ്ലക്സും. ശരിക്കും 3 ടൈപ്പ് ഡുപ്ലക്സ് ഉണ്ട്. ഒരു ഡുപ്ലക്സിനെ കുറിച്ച് ഞാൻ പറയാത്തതാണ്, അത് സിംപ്ലക്സ് എന്നാണ് വിളിക്കുക. സിംപ്ലക്സ് എന്ന് പറഞ്ഞാൽ 1 വേ കമ്മ്യൂണിക്കേഷനാണ്. ഒരു സെൻഡറും ഒരു റിസീവറും ചെയ്യുന്നതിനാണ് സിംപ്ലക്സ് എന്ന് വിളിക്കുക. എന്നുവെച്ചാൽ സെൻഡ് ചെയ്യുന്ന ആൾക്ക് എപ്പോഴും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യുന്ന ആൾക്ക് എപ്പോഴും റിസീവ് ചെയ്യാനുള്ള കഴിവിനെ മാത്രമാണ് സിംപ്ലക്സ് എന്ന് വിളിക്കുക. പിന്നെ ഉള്ളത് ഹാഫ് ഡുപ്ലക്സും ഫുൾ ഡുപ്ലക്സും. അതുകൊണ്ടാണ് ഡുപ്ലക്സ് 2 ടൈപ്പ് ഉള്ളൂ എന്ന് എഴുതിയത്. ഹാഫും ഫുള്ളും, മറ്റേത് സിംപ്ലക്സ് ആണ്. അതുകൊണ്ടാണ് ഞാനത് മാർക്ക് ചെയ്യാതിരുന്നത്. അപ്പോൾ എന്താണ് ഹാഫ് ഡുപ്ലക്സ്? അവിടെ നേരത്തെ നമ്മൾ ഡുപ്ലക്സ് എന്താ അവിടെ കൊടുത്തിരിക്കുന്ന സ്വിച്ചിൽ ഡുപ്ലക്സിൻ്റെ താഴെ ഓട്ടോ എന്നാണ് എഴുതിയിരുന്നത് അല്ലേ? ഇവിടെ ഡുപ്ലക്സ് എന്താണെന്ന് നോക്കാം. ഡുപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഡുപ്ലക്സ് എന്താണെന്ന് നോക്കുന്നത്. ഇൻ ഹാഫ് ഡുപ്ലക്സ് ഡാറ്റ ക്യാൻ ട്രാവൽ ഇൻ ബോത്ത് ഡയറക്ഷൻ ബട്ട് നോട്ട് അറ്റ് ദ സെയിം ടൈം. ഹാഫ് ഡുപ്ലക്സിലുള്ള ഒരു ഡിവൈസാണ്, അല്ലെങ്കിൽ 2 ഡിവൈസിനെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു. ഒരു സ്വിച്ചിനെയും ഒരു PCയെയും കണക്ട് ചെയ്തിട്ട് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഡുപ്ലക്സ് ആണെങ്കിൽ സ്വിച്ചിനെ PCയിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. PCയിൽ നിന്ന് വരുന്ന ഡാറ്റ റിസീവ് ചെയ്യാനും സ്വിച്ചിന് കഴിയും. പക്ഷേ ഒരു സമയത്ത് ഒന്നേ നടക്കൂ. ഒന്നുകിൽ ഡാറ്റകൾ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റകൾ റിസീവ് ചെയ്യാം. ഓൺലി 1 ഡിവൈസ് ക്യാൻ ട്രാൻസ്മിറ്റ് അറ്റ് എ ടൈം. ഒരു ഡിവൈസിന് ഒരു സമയത്ത് ഒരു ഡിവൈസിന് ട്രാൻസ്മിറ്റ് മാത്രമേ ചെയ്യാൻ പറ്റൂ. സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിസീവ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഏതിലില്ല? ഹാഫ് ഡുപ്ലക്സ് കമ്മ്യൂണിക്കേഷനിലില്ല. എക്സാമ്പിളായിട്ട് വാക്കി ടോക്കി എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന വയർലെസ് സെറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വയർലെസ് സെറ്റിൽ എപ്പോഴും ഹാഫ് ഡുപ്ലക്സാണ്. അതിൽ വയർലെസ് സെറ്റ് എടുത്തിട്ട് അതൊരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മൾ ഓവർ എന്ന് വിളിക്കുക. ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പ്രസ് എടുക്കുമ്പോൾ അത് എൻഡിലിരിക്കുന്ന ആൾക്ക് മനസ്സിലായി ഇയാൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അതാണ് ഹാഫ് ഡുപ്ലക്സ് എന്ന് പറയുന്നത്. വയർലെസ് സെറ്റൊക്കെ ഹാഫ് ഡുപ്ലക്സിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹബ്ബ്, സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് വരുന്നതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഈ ഹബ്ബിലും ഹാഫ് ഡുപ്ലക്സ് ഡിവൈസാണ്. ഹബ്ബ് മാറി എന്തു വന്നു? സ്വിച്ച് വന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഹാഫ് ഡുപ്ലക്സിനെ കുറിച്ച് കൂടുതൽ കേൾക്കാത്തത്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയേ. PC1 ഡാറ്റ സെൻഡ് ചെയ്യണം. അപ്പോൾ ഈ PC1 സെൻഡിങ് ഡാറ്റ PC2 വെയിറ്റ് ചെയ്യണം. കാരണം PC1 സെൻഡിങ് കഴിഞ്ഞിട്ട് വേണം PC2 സെൻഡ് ചെയ്യാൻ പറ്റുക. ഇഫ് ബോത്ത് സെൻഡ് അറ്റ് എ ടൈം, 2 പേരും ഒരേ സമയത്ത് സെൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ കൊളിഷൻ ഒക്കേഴ്സ്. കൊളിഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റകൾ തമ്മിൽ കൂട്ടിയിടിക്കും എന്നുള്ളതാണ്. ഇനി ഫുൾ ഡുപ്ലക്സ് എന്താ നോക്കാം. ഫുൾ ഡുപ്ലക്സ് എന്താ? ഇൻ ഫുൾ ഡുപ്ലക്സ് ഡാറ്റ ക്യാൻ ട്രാവൽ ഇൻ ബോത്ത് ഡയറക്ഷൻ അറ്റ് ദ സെയിം ടൈം. നേരെ മാറി, ഡാറ്റയ്ക്ക് ഒരേ സമയത്ത് സെൻഡ് ചെയ്യാനും ഒരേ സമയത്ത് റിസീവ് ചെയ്യാനും ഉള്ള കഴിവുണ്ട്. ഏതിലെ? ഫുൾ ഡുപ്ലക്സ്. സ്വിച്ച് എന്ന് പറയുന്നത് ഒരു ഫുൾ ഡുപ്ലക്സ് ഡിവൈസാണ്.
ബോത്ത് ഡിവൈസ് ക്യാൻ സെൻഡ് ആൻഡ് റിസീവ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും. ഉദാഹരണങ്ങൾ: മോഡേൺ സ്വിച്ച് ടു പി സിയിൽ നിന്ന് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്താൽ സ്വിച്ച് ടു സ്വിച്ച്, റൂട്ടർ ടു റൂട്ടർ, ഇതൊക്കെ ഫുൾ ഡുപ്ലക്സിന് എക്സാമ്പിളാണ്. ഫുൾ ഡുപ്ലക്സിന് എക്സാമ്പിളാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഏത് കമ്മ്യൂണിക്കേഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അവിടെ എന്തു കൊടുക്കുന്നത്. നമ്മുടെ സ്വിച്ചിൽ ഹാഫ് ഡുപ്ലക്സ് വേണോ ഫുൾ ഡുപ്ലക്സ് വേണോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ചിന് ഡിസൈഡ് ചെയ്യാം. അടുത്തത് സ്പീഡ്. 3 ടൈപ്പ് സ്പീഡുള്ളത്. ഒന്ന് എതർനെറ്റ് 10 MB/s, 2 ഫാസ്റ്റ് എതർനെറ്റ് 100 MB/s, 3 ജിഗാബിറ്റ് എതർനെറ്റ് 1000 MB/s അല്ലെങ്കിൽ 1 GB/s. നമ്മൾ സ്വിച്ചിൻ്റെ ഇതിന് മുമ്പുള്ള സ്വിച്ചിൻ്റെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പീഡും എങ്ങനെ തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പീഡും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തീരുമാനിക്കാം. സ്പീഡിൻ്റെ അവിടെ എന്താ കിടക്കുന്നത്, ഓട്ടോയാണ്. ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കി, ഇപ്പോൾ വേറൊരു കാര്യം മറന്നുപോയി. സ്വിച്ചിൻ്റെ 5ാമത്തെ പോർട്ട് മുതൽ 24ാമത്തെ പോർട്ട് വരെ നോട്ട് കണക്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി ഞാൻ സ്വിച്ചിൻ്റെ ഫാസ്റ്റ് എതർനെറ്റ് 0/1 കയറുകയാണ്. കോൺഫിഗർ ടെർമിനൽ, ഇൻ്റർഫേസ്, ഫാസ്റ്റ് എതർനെറ്റ് 0/1 കയറി. ഇവിടെ ഡുപ്ലെക്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഡുപ്ലെക്സ് (?) ഇട്ടു. ഡുപ്ലെക്സ് 3 വിധത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ഡുപ്ലെക്സ് ഓട്ടോ കൊടുക്കാൻ പറ്റും, ഡുപ്ലെക്സ് ഫുൾ എന്ന് കൊടുക്കാൻ പറ്റും, ഡുപ്ലെക്സ് ഹാഫ് എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഡുപ്ലെക്സ് ഫുൾ എന്ന് കൊടുത്തു. സേവ് ചെയ്തു. Ctrl+Z സേവ് ചെയ്തു. ഇനി നമുക്ക് നേരത്തെ കമൻറ്റ് ഷോ ഇൻ്റർഫേസ് സ്റ്റാറ്റസ് അടിച്ചു. അപ്പോൾ നമുക്ക് നോക്കിയ ഡുപ്ലെക്സിൻ്റെ അവിടെ എ എന്ന് പറഞ്ഞിട്ടാണ് ഫുള്ള്. അത് ഓട്ടോമാറ്റിക്കായിട്ടല്ല, നമ്മൾ അഡ്മിനിസ്ട്രേറ്റിൻ്റെ ലെവലിൽ നമ്മൾ ഫുള്ളാക്കി കൊടുത്തതാണ്. നമ്മളാണ് ഡുപ്ലെക്സ് ഫുൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. അതാണ് എ. അഡ്മിൻ്റെ പ്രിവിലേജിൽ നമ്മളാണത് മാറ്റി കൊടുത്തത്. ഓട്ടോ അല്ല, എ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നമ്മൾ ചേഞ്ച് ചെയ്തതാണ് അല്ലേ. ഇനി വീണ്ടും ഞാൻ കോൺഫിഗർ ടെർമിനലിൽ പോയി, ഇൻ്റർഫേസ്, ഫാസ്റ്റ് എതർനെറ്റ് 0/1, സ്പീഡ് (?) ഇട്ട് കൊടുത്താൽ സ്പീഡ് 10ഉം 100ഉം 1000 കാണില്ല. 1000 കാണാത്തതിൻ്റെ കാരണം എന്താ, 1000 നമ്മുടെ സ്വിച്ചിൻ്റെ പോർട്ട് ഏത് പോർട്ടാണ്, ഫാസ്റ്റ് എതർനെറ്റ് പോർട്ടാണ്. അതിൽ 1000 കാണിക്കില്ല. മറിച്ച് ജിഗാബിറ്റ് ആണെങ്കിൽ അതിൽ 1000 കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കിപ്പോൾ സ്പീഡും വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സ്പീഡ് 10 എന്ന് കൊടുത്തിട്ട് എൻ്റർ കൊടുത്താൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതേ കമൻറ്റ് ഷോ ഇൻ്റർഫേസ് സ്റ്റാറ്റസ് അടിച്ചാൽ അതിൻ്റെ സ്പീഡ് അഡ്മിനിസ്ട്രേറ്റീവ്ലി നമ്മൾ എത്രയാക്കി കൊടുത്തു, 10 ആക്കി കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ സ്പീഡ് 10 MB/s വെച്ചിട്ടാണ് അത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ സ്പീഡ് ഡുപ്ലെക്സും ഹാഫ് ഡുപ്ലെക്സ് എന്ന് പറയുന്ന ഈ 2 സ്പീഡുകൾ സ്പീഡല്ല ഡുപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് നമുക്ക് മാറ്റി കൊടുക്കാം. സ്വിച്ചിൻ്റെ സ്പീഡ് ഓട്ടോ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് അത് 10 MB വേണോ 100 MB വേണോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് ചൂസ് ചെയ്യണോ, എൻഡിലിരിക്കുന്ന ഡിവൈസിൻ്റെ സ്വഭാവം അനുസരിച്ച് സ്പീഡ് സെറ്റ് ചെയ്യണോ, അതാണ് ഓട്ടോ. ഇപ്പം നിങ്ങളൊരു PC കണക്ട് ചെയ്തു, പഴയ PC ആയിരുന്നു എന്ന് വിചാരിക്കുക സ്വിച്ചിലോട്ട്. ആ PCക്ക് എതർനെറ്റ് പോർട്ടാണുള്ളത്, എന്നുവെച്ചാൽ 10 MB/s സ്പീഡ് കിട്ടുന്ന പോർട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾ അതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് എത്രയേ കിട്ടുള്ളൂ, 10 MB/s സ്പീഡല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ആ സ്പീഡ് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ചൂസ് ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് എന്ത് ചെയ്യാം, ചൂസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് അവിടെ. പിന്നെ ഞാൻ ഡുപ്ലെക്സിലും സ്പീഡിലൊക്കെ കമ്മ്യൂണിക്കേഷൻ മാറ്റിയപ്പോൾ അവിടെ കേബിൾ എന്ത് വന്നു, ഇവിടെ നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വന്നു, ഡിസ്കണക്റ്റായി. ഇവിടെ നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവിടെ ഡൗൺ ആയി, കണ്ടോ. ഇനി നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ്റെ കാര്യത്തിലോട്ട് വരാം. ഇവിടെ ഡിസ്ക്രിപ്ഷനല്ല നെയിമിൻ്റെ അവിടെ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ നെയിമും അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കോൺഫിഗർ ടെർമിനൽ, ഇൻ്റർഫേസ്, ഫാസ്റ്റ് എതർനെറ്റ് 0/1. 0/1 എന്തിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, റൂട്ടറുമായിട്ടാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ DESM വെച്ച് ടാബ് അമർത്തിയപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് വന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ 2 ഹാഷൊക്കെ ഇട്ടിട്ട് റൂട്ടർ എന്ന് കൊടുത്തു. അങ്ങനെ ഹാഷ് ഇടണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാനത് കാണുമ്പോൾ രസത്തിന് വേണ്ടിയിട്ട് ഇട്ടു എന്നുള്ളൂ. റൂട്ടർ, വീണ്ടും ഹാഷ് ഇട്ടു, വീണ്ടും 2 ഹാഷൊക്കെ ഇട്ട് എൻ്റർ കൊടുത്തു, സേവ് ചെയ്തു. എന്നിട്ട് നേരത്തെ അതേ കമൻറ്റ് ഷോ ഇൻ്റർഫേസ് സ്റ്റാറ്റസ് നെയിമിൻ്റെ അവിടെ കണ്ടോ,
അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ സ്വിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്വിച്ചിലോട്ട് ഒരുപാട് പി സികളുടെ കേബിൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ പി സിയിലോട്ടാണ് പോകുന്നത്, ഏതൊക്കെ റൂട്ടറിലോട്ടൊക്കെ പോകണമെന്ന് അറിയാൻ നമുക്ക് സ്വിച്ചിൻ്റെ അകത്ത് ഇതേപോലെ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി 2ഉം 3ഉം 4ഉം എൻഡ് ഹോസ്റ്റിലോട്ടല്ലേ. അപ്പം ഞാൻ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/2 ഡിസ്ക്രിപ്ഷൻ എൻഡ് ഹോസ്റ്റ് സേവ് ചെയ്തു. എൻഡ് ഹോസ്റ്റ് എന്ന് വന്നു. ഇനി 3ഉം 4ഉം എൻഡ് ഹോസ്റ്റിലോട്ടല്ലേ. അപ്പം നിങ്ങൾക്ക് കോൺഫിഗർ ടെർമിനൽ പോവുക. കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പോർട്ടുകൾ നമ്മൾ ഒറ്റയടിക്ക് എടുക്കുമ്പോഴാണ്. ഇൻ്റർഫേസ് റേഞ്ച് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/3 ഹൈഫൺ എത്ര വരെയാണ്, 3, 4, 5 വിചാരിക്കുക. 0/3 to 4. അപ്പോൾ 3ഉം 4ഉം എൻ്റർ കൊടുത്താൽ ഇവിടെ നോക്കിയേ, സ്വിച്ച് കോൺഫിഗ് ഈഫ് റേഞ്ച് ഇൻ്റർഫേസ് റേഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇന്നത് മുതൽ ഇന്നത് വരെ, 3 മുതൽ 4 വരെ അല്ലേ. 3 മുതൽ 4 വരെ എടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ എൻഡ് ഹോസ്റ്റ്. അത് എൻഡ് ഹോസ്റ്റ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് 3 ഞാൻ സ്വിച്ചിലോട്ടാണ് കണക്ട് ചെയ്തതെന്ന് തോന്നുന്നു. അത് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കൊടുത്താലും കണക്ഷൻ തെറ്റുമൊന്നുമില്ല. നോക്കട്ടെ, ഞാൻ ആ ക്ലാസ് ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയി. ശരിക്കും 2 സ്വിച്ചിലോട്ടും ആണ് കൊടുത്തിരിക്കുന്നത്. 3ഉം 4ഉം ആണ് പി സിയിലോട്ട് കൊടുത്തിരിക്കുന്നത്, 2 സ്വിച്ചിലോട്ട്. അപ്പോൾ 2ൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് മാറ്റാം. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2ൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, 2 എൻഡ് ഹോസ്റ്റിലോട്ടാണ്. 2ൻ്റെ ഡിസ്ക്രിപ്ഷൻ അതല്ല, 2 സ്വിച്ചിലോട്ടാണ് അല്ലേ. അപ്പോൾ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/2 ഡിസ്ക്രിപ്ഷൻ എന്താണ്, സ്വിച്ച്. ഹാഷൊന്നും അങ്ങനെ ഇടണമെന്നൊന്നുമില്ല കേട്ടോ. ഹാഷൊക്കെ ഞാൻ വെറുതെ കാണുമ്പോൾ രസത്തിന് വേണ്ടി ഇട്ടതാണ്. ഹാഷ് ഇട്ടില്ലെങ്കിലും വരികയൊക്കെ ചെയ്യും. സ്വിച്ച് അങ്ങനെയും കൊടുത്തു, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സ്വിച്ചിൻ്റെ എല്ലാ പോർട്ടുകളും അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ ആയിരിക്കുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ചിൻ്റെ എല്ലാ പോർട്ടും ഡൗൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ അല്ല, അപ്പായിരിക്കും. നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഡിവൈസ് അവിടെ ഓണാവും. ഒരു പി സി കണക്ട് ചെയ്ത് ഏതെങ്കിലും പോർട്ടിലോട്ട് ഒരു പി സി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ പോർട്ട് ഓണാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സെക്യൂരിറ്റി ഭാഗമായിട്ട് നമ്മൾ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെക്യൂരിറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ പോർട്ടുകൾ, ഉപയോഗിക്കാത്ത പോർട്ടുകൾ ഓഫാക്കിയിടും. ഇപ്പോൾ ഇതിൻ്റെ 5ഉം 6ഉം 7ഉം ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് റേഞ്ച് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/5 to 24, 5 മുതൽ 24 വരെയുള്ള പോർട്ട്, 5, 6, 7, 8 അങ്ങനെ പോയി 24 വരെയുള്ള പോർട്ടിന് ഒറ്റയടിക്ക് സെലക്ട് ചെയ്തു. അതിപ്പോൾ ഓട്ടോ അല്ലേ കിടക്കുന്നത്. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. അത് ഓണാണ്, നമ്മൾ ഡൗൺ ആക്കിയിട്ടൊന്നുമില്ല. നമ്മളതിനെ ഡൗൺ ആക്കുകയാണ്, ഷട്ട് ഡൗൺ. നമ്മൾ മാനുവലായിട്ടിപ്പോൾ അതിനെ ഡൗൺ ആക്കി, ഓരോന്ന് ഡൗൺ ആക്കിയതിൻ്റെ മെസ്സേജുകളാണ് വരുന്നത്, സിസ്ലോഗ് മെസ്സേജുകൾ എല്ലാം ചെയ്തു. ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ്റെ അവിടെ നമുക്ക് നോട്ട് ഇൻ യൂസ് സേവ് ചെയ്തു. നമുക്ക് ഷോ ഇൻ്റർഫേസ് സ്റ്റാറ്റസ് അടിച്ചാൽ സ്റ്റാറ്റസിൻ്റെ അവിടെ ഡിസേബിൾ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഡിസേബിൾ എന്താ പറയാൻ കാരണം, നമ്മളതിനെ ഓഫാക്കി ഇട്ടു. ഇനി അതിലോട്ട് ഞാനൊരു പി സിനെ കണക്ട് ചെയ്താലും അത് ഓണാവില്ല. ഞാൻ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒരു പി സിനെ വെച്ച് കാണിച്ചു തരാം. കേബിൾ എടുക്കുന്നു, 5-മത്തോ 6-മത്തെ പോർട്ടിലോട്ട് കൊടുക്കുന്നു. അത് ഓണായോ? ഇല്ല. കാരണം എന്താ, അത് നമ്മൾ ഡൗൺ ആക്കിയിട്ടു അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ് എന്ന് പറയുന്ന കമൻ്റ് ഉണ്ടല്ലോ, ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ്, അതടിച്ചു നോക്കാം. അവിടെ നോക്കിയപ്പോൾ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ ആയി. നേരത്തെ വെറും ഡൗൺ എന്നായിരുന്നു, മുകളിൽ കണ്ടൊരു ഡൗൺ കിടക്കുന്നത്. ഇതിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡൗൺ ആക്കിയതാണ്. അഡ്മിൻ മാനുവലായിട്ട് ഡൗൺ ആക്കിയതാണ്. ഇപ്പോൾ ജിഗാബിറ്റ് 0/1 0/2 നോക്കി, അത് ഡൗൺ ആണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡൗൺ ആണോ? അല്ല, അത് നമ്മൾ ഡൗൺ ആക്കിയിട്ടില്ല. ജിഗാബിറ്റിനെ ഡൗൺ ആക്കാൻ വേണമെങ്കിൽ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ്
റേഞ്ച് GI ജിഗാബിറ്റ് എതർനെറ്റ് 0/1 to 2 എന്ന് പറഞ്ഞാൽ 1 2 സെലക്ട് ആവും. 0/1 എന്ന് പറഞ്ഞാൽ 1 മാത്രമാണ്. അപ്പോൾ 1 to 2 ഷട്ട് ഡൗൺ. ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നൊന്നുമില്ല. നോ യൂസ്. സേവ് ചെയ്തു. ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ് അടിച്ച് താഴത്തോട്ട് വന്നാൽ അതും അഡ്മിനിസ്ട്രേറ്റീവ് ഡൗൺ ആയി. ഷോ IP ഇൻ്റർഫേസ് സ്റ്റാറ്റസ്. ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ് ഷോ ഇൻ്റർഫേസസ് സ്റ്റാറ്റസ്. ഇപ്പോൾ ഡിസേബിൾ ജിഗാബിറ്റ് എന്തായി ഡിസേബിളായി. ഇപ്പോൾ നമ്മൾ 1 മുതൽ 5 മുതൽ 24 വരെയുള്ള പോർട്ടിനെ നമ്മൾ പഠിച്ചല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇടയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് റേഞ്ച് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/8 to 10, ഫാസ്റ്റ് എതർനെറ്റ് 0/15 to 20. ഇങ്ങനെ എൻ്റർ കൊടുത്താൽ 8ഉം 9ഉം 10ഉം സെലക്റ്റായി. 15ഉം 16ഉം 17ഉം 18ഉം 19ഉം 20ഉം സെലക്റ്റായി. 8 to 10ഉം 15 to 20ഉം. എന്നിട്ട് അത് നോ സ്പേസ് ഷട്ട് ഡൗൺ എന്ന് കൊടുത്താൽ ആ പോർട്ടൊക്കെ ഓണായി. ഇനി നമുക്ക് ഇത് ഷോ IP ഇൻ്റർഫേസ് അടിച്ചാൽ ഇപ്പം എന്തായി? നോട്ട് കണക്റ്റഡ് ആയി. ഡിസേബിൾ മാറി അല്ലേ? ഇനി നമുക്ക് മറ്റേ കമൻറ്റ് കൊടുത്തു നോക്കാം. ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ്. ഇപ്പോൾ വെറും ഡൗൺ ആയി. എന്നുവെച്ചാൽ നമ്മൾ ഓഫ് ആക്കിയിട്ടില്ല, അതിപ്പോൾ ഓണിലാണ്. ഡിവൈസ് കണക്ട് ചെയ്യാത്തത് മാത്രമാണ് അതെന്തായത് ഡൗൺ ആയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്വിച്ചിൻ്റെ ഇത്രയും കോൺഫിഗറേഷനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ CCNA പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.